മലപ്പുറത്ത് കുടിവെള്ള പദ്ധതിക്കായിട്ട് ഒരു കുഴിയുണ്ട്. ആ കുഴിയിൽ വീണ് പരിക്കേറ്റയാൾ മരിച്ചു എന്നൊരു വാർത്ത വരുന്നു. ചുമട്ടുതൊഴിലാളിയായ മുസ്തഫയാണ് മരിച്ചത്. ഓഗസ്റ്റ് 10-ാം തീയതിയാണ് അപകടമുണ്ടാകുന്നത്. സോണൽ കൃഷ്ണയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സോണൽ, എങ്ങനെയാണ് ഈ കുഴിയിലേക്ക് ഇദ്ദേഹം വീഴുന്നത്? ചുമട്ടുതൊഴിലാളിയായിരുന്നു മുസ്തഫ എന്നറിയുന്നു. സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. അനാസ്ഥയാണ് ജീവനെടുത്തിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അരുൺകുമാർ, സങ്കടമുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് നമുക്ക് ചെമ്മാട് നിന്ന് ലഭിക്കുന്നത്. അതായത് കഴിഞ്ഞ 10-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. രാത്രി 12 മണിയോട് കൂടി ചെമ്മാട് കക്കാട് റോഡിൽ സഞ്ചരിക്കുകയായിരുന്നു മുസ്തഫ. ബൈക്കിലായിരുന്നു സഞ്ചരിച്ചത്. മമ്പറം ചന്തപ്പടിയിലെത്തിയപ്പോൾ കുടിവെള്ള പദ്ധതിക്കായി റോഡ് പൂർണ്ണമായി കീറുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ കുഴിയിൽ അപ്രതീക്ഷിതമായിട്ട് മുസ്തഫ സഞ്ചരിച്ച ബൈക്ക് വീഴുന്നു. അങ്ങനെ മുസ്തഫയും ബൈക്കും നിലത്ത് റോഡിലേക്ക് വീഴുന്നുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ മുസ്തഫയെ അതുവഴി പോയ യാത്രക്കാരാണ് പിന്നീട് തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. പക്ഷേ ഏറ്റവും സങ്കടകരം എന്ന് പറയാം, ഇന്ന് രാവിലെ ചികിത്സയിലിരിക്കെ മുസ്തഫ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇയാൾ ചെമ്മാട് സ്വദേശിയാണ്. അതോടൊപ്പം തന്നെ ചെമ്മാട്ടെ ചുമട്ട് തൊഴിലാളി കൂടിയാണ് ഈ മുസ്തഫ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയൊരു അനാസ്ഥയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു എന്നുകൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. കാരണം റോഡിലുടനീളം നമ്മൾ പല ഭാഗങ്ങളിലായി കണ്ടതാണ് ഈ കുടിവെള്ള പദ്ധതിക്കായിട്ട് റോഡുകൾ കീറിയിടുന്നുണ്ട്. പക്ഷേ അത് പഴയ പോലെ പൂർണ്ണസ്ഥിതിയിലേക്ക് ആക്കി മാറ്റാൻ വേണ്ടി ഈ അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളത് പലതവണ നമ്മൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതാണ്. ആ അനാസ്ഥയ്ക്ക് മേൽ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വിഷമത്തോടെ അല്ലാതെ നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയില്ല. അധികാരികളുടെ അനാസ്ഥയിൽ തന്നെയാണ് മുസ്തഫയുടെ മരണം സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്തരം അനാസ്ഥകൾ ജീവൻ എടുക്കുമ്പോൾ അതിന് ഉത്തരവാദികളായവരെ യഥാർത്ഥത്തിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതല്ലേ? ആര് പറയും ഈ ജീവൻ നഷ്ടപ്പെട്ടതിന് സമാധാനം? ഉത്തരവാദിത്വം ഏൽക്കേണ്ടത് ആ ഉദ്യോഗസ്ഥർ തന്നെയല്ലേ? അങ്ങനൊരു നിയമം എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാതെ പോകുന്നത്? ഒരു റോഡ് നിർമ്മിച്ചാൽ, ഒരു പാലം നിർമ്മിച്ചാൽ അത് തകർന്നോ അതിൽ കുഴികളുണ്ടായോ ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം എന്തുകൊണ്ടാണ് ആ ലയബിലിറ്റി ആ ഉദ്യോഗസ്ഥരിലേക്കും കോൺട്രാക്റ്റിലേക്കും ചെന്നെത്താത്തത്? ഇപ്പോഴും നമ്മുടെ നാട്ടിൽ മരിച്ചാൽ മരിച്ചു, അത്ര തന്നെ. കുഴി വീണു. കുഴി മൂടാതെ പോയ ഉദ്യോഗസ്ഥർ ഇപ്പോൾ സുഖമായി കുടുംബത്തോടൊപ്പം യാത്രയൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടാവും. നഷ്ടപ്പെട്ടതോ ചുമട്ടുതൊഴിലാളിയായ ഈ മനുഷ്യനും ആ മനുഷ്യൻ്റെ കുടുംബത്തിനുമാണ്.